ഇന്നത്തെ റെസിപ്പി ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ ലഗോൺ ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം എത്രത്തോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 5-6 സവാള കാണും. നീളത്തിൽ ചെറുതായി കനം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കുകയും വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. സവാളയൊക്കെ വഴന്ന് വന്നതിന് ശേഷം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇതിലോട്ട് തക്കാളി, നീളത്തിൽ അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. 3-4 തക്കാളി ചേർത്ത് കൊടുക്കുക അതിലോട്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് വെന്ത് വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ്. നല്ല മസാലയാണിത്. അപ്പോൾ നന്നായിട്ടത് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും അതേപോലെ പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് പിന്നെ ലെമണൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. സാധാരണ ബിരിയാണിയിലേക്ക് ലെമണും ചേർക്കുമല്ലോ, അപ്പോൾ ഇതിൽ ലെമണൊന്നും ചേർത്തിട്ടില്ല. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കന് വേവ് കൂടുതലായതുകൊണ്ട്, ചിക്കന് വേവ് കൂടുതലായതുകൊണ്ട് ഇതാദ്യം തന്നെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചിക്കന്. അപ്പോൾ ചിക്കന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് നല്ല യെല്ലോ കളർ കിട്ടുകയും ചെയ്യും. അതിനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ടുള്ള റൈസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുത്ത റൈസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ബിരിയാണി റൈസ് തയ്യാറാക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ജീരകശാല റൈസാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസ് ഉപയോഗിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബസ്മതി റൈസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് ജീരകശാല റൈസ് യൂസ് ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 വേവാകുമ്പോൾ ഇത് നമുക്ക് ഊറ്റിയെടുക്കണം. വെള്ളമൊക്കെ ഊറിപ്പോയതിന് ശേഷം ഈ ചോറ് മസാലയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പകുതി ചോറ് ഇട്ടതിന് ശേഷം ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലയും പുതിനയിലയും അതേപോലെ മല്ലിയിലയിലൊക്കെ ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചോറും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കണലിട്ട് വെക്കണം. ഇതിൻ്റെ മുകളിൽ കണലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ കിട്ടും. ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.